السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ റമളാനിനെ അവൻ്റെ കോടതിയിൽ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന റമളാനായി നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട വിശ്വാസികളെ, പുണ്യ റമളാൻ അതിൻ്റെ നിർണായകമായ രണ്ടാമത്തെ 10 സമാപനത്തിലേക്ക് നീങ്ങുകയാണ്. ഏതാനും 1-2 ദിവസങ്ങൾ കൂടി കഴിയുമ്പോൾ പുണ്യ റമളാനിൻ്റെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ 10 എന്ന് പുന്നാര പ്രവാചകൻ നമുക്ക് പരിചയപ്പെടുത്തി തന്ന മഗ്ഫിറത്തിൻ്റെ പാപമോചനത്തിൻ്റെ 10 ദിവസം നമ്മളോട് വിട പറയുകയാണ്. പിന്നീട് നമ്മളിലേക്ക് കടന്നു വരുന്നത് എത്തുക്കും മിനന്നാർ, നമ്മളുടെയൊക്കെ ആശയും പ്രതീക്ഷയുമായ നരകമോചനം എന്ന മഹാഭാഗ്യം ലഭിക്കുക എന്ന സുന്ദരമായ 10 ദിവസത്തോളം വരുന്ന ആ മഹത്തായ ദിനങ്ങളാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത്. അള്ളാഹു ഇതുക്കും മിനന്നാർ ലഭിക്കുന്ന നരകമോചനം ലഭിക്കുന്ന ഭാഗ്യമുള്ളവരുടെ ലിസ്റ്റിൽ അള്ളാഹു നമ്മെയും വേണ്ടപ്പെട്ട എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട വിശ്വാസികളെ, വിശുദ്ധ റമളാനിൻ്റെ ഏറ്റവും വലിയ 2 മഹത്വങ്ങളാണ് എന്നല്ല അത്ഭുതങ്ങളാണ് വിശുദ്ധ ഖുർആൻ, അതുപോലെ മഹത്തായ ബദർ. പുണ്യ റമളാൻ 17-നാണ് 1000-ഓളം വരുന്ന അവിശ്വാസികളുമായി 313-ന് അടുത്ത് വരുന്ന വിശ്വാസികൾ ബദർ എന്ന് പറയുന്ന സ്ഥലത്ത് ഏറ്റുമുട്ടിയത്. അതിൽ വമ്പിച്ച വിജയമാണ് മുസ്ലിം സൈന്യം നേടിയെടുത്തത്. അവരെ ചരിത്രത്തിൽ ബദരീങ്ങൾ എന്നാണ് അറിയപ്പെടുക. മഹാന്മാരായ ബദരീങ്ങൾ ഈ സമുദായത്തിൻ്റെ ആശയും ആവേശവുമാണ്. മുസ്ലിം സമുദായത്തിന് ഒരിക്കലും ബദരീങ്ങളെ സ്മരിക്കാതെ മുന്നോട്ട് പോകാൻ സാധ്യമല്ല. കാരണം ഈ സമുദായത്തിന് ബദറിലൂടെ ധാരാളം പാഠങ്ങൾ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഒരിക്കലും മുസ്ലിം സമുദായത്തിന് ആയുധം കൊണ്ടോ ആൽബലം കൊണ്ടോ പണങ്ങളുടെ പരദീസകൾ കൊണ്ടോ വിജയം ഇല്ല. വിജയം, മുസ്ലിം സമുദായത്തിൻ്റെ വിജയം എന്നും വിശ്വാസത്തിലൂടെ മാത്രമാണ്. അവിടെ ആയുധത്തിന് പ്രസക്തിയില്ല, ആൽബലത്തിന് പ്രസക്തിയില്ല, അതേപോലെ സ്വാധീനങ്ങൾക്ക് പ്രസക്തിയില്ല എന്ന മഹത്തായ സന്ദേശം യജമാനനായ റബ്ബ് സുബ്ഹാനഹു വ തആല ബദർ എന്ന മഹത്തായ പോരാട്ടത്തിലൂടെ ഈ സമുദായത്തെ അള്ളാഹു എന്നെന്നും പഠിപ്പിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ മുസ്ലിം ലോകത്തിന് തർക്കമില്ല. അതുകൊണ്ട് തന്നെ ബദരീങ്ങളെ നമ്മൾ എന്നെന്നും മാതൃകയാക്കി അവരെ കുറിച്ച് പഠിച്ച് അവരുടെ വിശ്വാസദാർഢ്യതയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി മുസ്ലിം സമുദായം മുന്നോട്ട് പോയാൽ ഈ സമുദായത്തെ ഒരിടത്തും കീഴ്പ്പെടുത്താൻ ലോകത്ത് ആർക്കും സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. മഹാന്മാരായ ബദരീങ്ങൾ അവർ സമുദായത്തിലെ ഏറ്റവും വലിയ ശ്രേഷ്ഠരാണ്. ഒരിക്കൽ പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുസവിധത്തിൽ മഹാന്മാരായ ബദരീങ്ങളെക്കുറിച്ച് എൻ്റെ ശ്രോതാക്കൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഒരു സംഭവം ഞാൻ നിങ്ങളുടെ മുന്നിൽ വെക്കുകയാണ്. ആദരവായ പ്രവാചകൻ്റെ മുന്നിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, പ്രവാചകരെ, അങ്ങയുടെ സമുദായത്തിൽ
ഏറ്റവും ശ്രേഷ്ഠമായവർ ആരാണ്? ബദരീങ്ങളെക്കുറിച്ച് തങ്ങളുടെ അഭിപ്രായം എന്താണ്? ഈ സമയം ബദരീങ്ങളുടെ നേതാവായ മഹാനായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ജിബ്രീലിനോട് പറഞ്ഞു, പ്രിയപ്പെട്ട ജിബ്രീലേ, എൻ്റെ സമുദായത്തിലെ ഏറ്റവും ശ്രേഷ്ഠവാന്മാർ ബദരീങ്ങളാണ്. എൻ്റെ സമുദായത്തിലെ ഏറ്റവും ശ്രേഷ്ഠവാന്മാർ ബദരീങ്ങളാണ്. ഇതങ്ങ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, നബിയേ, അങ്ങ് പറഞ്ഞത് സത്യമാണ്. എന്നാൽ തങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഞങ്ങൾ മലക്കുകളുടെ ഇടയിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള മലക്കുകൾ ആരെന്ന് തങ്ങൾക്കറിയുമോ നബിയേ? അള്ളാഹുവിൻ്റെ പ്രവാചകനോട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ചുകൊണ്ട് മഹാനായ ജിബ്രീൽ പറഞ്ഞു, നബിയെ, ബദറിൽ പങ്കെടുത്ത 3000-ഓളം വരുന്ന മലക്കുകൾ, ബദറിൽ പങ്കെടുത്ത 3000-ഓളം വരുന്ന മലക്കുകൾ, അവരാണ് മലക്കുകളുടെ വിഭാഗത്തിൽ, അള്ളാഹുവിൻ്റെ പ്രത്യേക സൃഷ്ടിയായ മലക്കുകളുടെ വിഭാഗത്തിൽ അള്ളാഹുവിൻ്റെ മുന്നിൽ ഏറ്റവും കൂടുതൽ സ്വീകാര്യതയുള്ളത് ബദറിൽ പങ്കെടുത്ത 3000-ഓളം വരുന്ന മലക്കുകളാണ് എന്ന് പുന്നാര പ്രവാചകനോട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു കൊടുത്തുകൊണ്ട് ബദരീങ്ങൾ ആരാണ് എന്നും ബദറിൽ പങ്കെടുത്ത മലക്കുകളുടെ പ്രത്യേകത എന്താണ് എന്നും ആ ബദറിൽ പങ്കെടുത്ത വിശ്വാസികളുടെ മഹത്വം എത്രയാണ് എന്നും പുന്നാര പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ട മാലാഖയായ മലക്കുൽ അംലാഖായ മുഖറബുൽ അംലാഖായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എങ്കിൽ ഈ ഒരു ഒറ്റ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ബദരീങ്ങൾ ആരാണ് എന്ന്, ബദരീങ്ങളുടെ മഹത്വം എത്രയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ മനസ്സിലാക്കേണ്ട ബദറിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. നമുക്കറിയാം, ഒട്ടിയ വയറും പൊട്ടിയ വാളുമായിട്ടാണ് 313-ഓളം വരുന്ന മഹാരഥന്മാരായ ബദരീങ്ങൾ. അവർ യുദ്ധത്തിനു വേണ്ടിയല്ല പോയത്, ഒരു ഉപരോധം, അതായത് മക്കയിൽ നിന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകനെയും സ്വഹാബത്തിനെയും നിർദാക്ഷിണ്യം മക്കയിൽ നിന്ന് പുറത്താക്കിയ ഖുറൈശികൾ അവരുടെ സ്വത്തുകൾ മുഴുവനും പിടിച്ചെടുത്തു. അവരുടെ ഒട്ടകങ്ങളും അവരുടെ കുതിരയും അവരുടെ ഈന്തപ്പന തോട്ടങ്ങളും മുന്തിരിത്തോട്ടങ്ങൾ മുഴുവനും അപഹരിച്ച ഖുറൈശികൾ. അതെ, അതിനുശേഷം അള്ളാഹുവിൻ്റെ പ്രവാചകനും അവിടുത്തെ താരകതുല്യരായ സ്വഹാബെ കിറാമും മദീനയിൽ താമസിക്കുമ്പോൾ അഭയം പ്രാപിച്ചപ്പോൾ മദീനക്കാർ ആ പ്രവാചകനും സഹാബത്തിനും അഭയം കൊടുത്തപ്പോൾ നിങ്ങൾ ഓർക്കണം, അവിടെയും മദീനയിലും സ്വസ്ഥമായിട്ട് താമസിക്കാൻ ഇവർ സമ്മതിക്കുകയില്ല എന്ന ഒരു അഭീകരമായ അവസ്ഥയിലേക്ക് അള്ളാഹുവിൻ്റെ പ്രവാചകനും സ്വഹാബത്തും എത്തുകയാണ്. എന്തിനധികം മദീനയുടെ അതിർത്തിയിലൂടെ കച്ചവടത്തിന് പോകുന്ന അബൂ സുഫിയാൻ എന്ന് പറയുന്ന ഖുറൈശികളുടെ നേതാവ്, അദ്ദേഹം മദീനയിലൂടെയാണ് സഞ്ചരിച്ചുകൊണ്ട് ഷാമിലേക്ക് പോയിട്ട് കച്ചവടം നടത്തി കോടിക്കണക്കിന് രൂപകൾ സമ്പാദിച്ച് അതിൽ കിട്ടുന്ന ലാഭത്തിൻ്റെ നല്ലൊരു വിഹിതവും മദീനയെ ആക്രമിക്കാൻ മക്കക്കാർ ആയുധങ്ങൾ മേടിച്ചു കൂട്ടാൻ തുടങ്ങി. ഇത് പ്രവാചകൻ അറിഞ്ഞപ്പോൾ അബൂ സുഫിയാൻ്റെ ഈ ഒരു പ്രവണത ഒന്ന് അവസാനിപ്പിക്കണം. ഒരു ഉപരോധം, സാമ്പത്തികമായിട്ടുള്ള ഉപരോധം, അല്ലാതെ യുദ്ധമല്ല. ഒരിക്കലും പ്രവാചകൻ ബദറിലേക്ക് വന്നത് ഒരു യുദ്ധം ലക്ഷ്യമാക്കിയല്ല. യുദ്ധം എന്നത് പ്രവാചകന്റെയും സ്വഹാബത്തിൻ്റെയും അജണ്ടയിൽ തന്നെ ഇല്ലായിരുന്നു. പക്ഷേ അവരെ യുദ്ധത്തിലേക്ക് നയിക്കുകയായിരുന്നു. ഓർക്കണം എൻ്റെ ശ്രോതാക്കളെ, നിങ്ങൾ മനസ്സിലാക്കണം, അവരെ യുദ്ധത്തിലേക്ക് നയിക്കുകയായിരുന്നു. അങ്ങനെ കച്ചവടം കഴിഞ്ഞു വരുന്ന അബൂ സുഫിയാനെ ഒന്ന് ഉപരോധിക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യത്തോടു കൂടി ആയുധമില്ലാത്ത, ആൽബലമില്ലാത്ത, വെറും 313 വരുന്ന നോമ്പ് നോറ്റ് അതാ വളരെയധികം വിഷമത്തിലായ 313-ഓളം വരുന്ന സ്വഹാബത്ത് ബദറിലെത്തിയപ്പോൾ അതാ അബൂ സുഫിയാൻ ഈ സംഭവം അറിഞ്ഞ് വേറൊരു വഴിയിലൂടെ രക്ഷപ്പെടുകയും അതിനുശേഷം അബൂ സുഫിയാൻ്റെ ശിങ്കിടികൾ മക്കയിലുള്ള ആളുകളോട് പറഞ്ഞു, മക്കയെ ആക്രമിക്കാൻ മുഹമ്മദും സൈന്യവും വരുന്നുണ്ട് എന്ന കിൻവദന്തി കള്ളം പറഞ്ഞ് മക്കക്കാരെ അതാ
ഒരു യുദ്ധത്തിനു വേണ്ടി സർവായുധ വിഭൂഷകരായി അവരിങ്ങനെ ഒരു യുദ്ധത്തിന് പ്രവാചകൻ വരുന്നു എന്ന ആ ഒരു കിൻവദന്തിയിലൂടെ മക്കക്കാർ മുഴുവനും പടയെടുത്ത് പുറപ്പെടുകയാണ്. അതും വരുന്നത് 1000-ഓളം വരുന്ന ഉത്ബത്തിൻ്റെയും ഷൈബത്തിൻ്റെയും അബൂജഹലിൻ്റെയും നൗഫലിൻ്റെയും നേതൃത്വത്തിൽ സർവായുധ വിഭൂഷകരായ മിന്നിത്തിളങ്ങുന്ന ഖഡ്ഗങ്ങളുള്ള 1 മാസം വേണമെങ്കിലും താമസിക്കാനുള്ള ഭക്ഷണവും അതേപോലെ പാനീയങ്ങളുമായിട്ട് അതാ എന്തിനും തയ്യാറെടുത്തുകൊണ്ട് അവർ ബദറിലേക്ക് നീങ്ങുകയാണ് പ്രവാചകനെ ആക്രമിക്കാൻ, പ്രവാചകൻ്റെ സ്വഹാബത്തിനെ ആക്രമിക്കാൻ. അവർക്ക് യഥാർത്ഥത്തിൽ പ്രവാചകനും അതേപോലെ സഹാബത്തിനും ഒരു യുദ്ധത്തെക്കുറിച്ച് ഒരു തയ്യാറെടുപ്പുമില്ല. ആകെ 3-4 കുതിര, ഒട്ടകം, 3-4 പൊട്ടിയ വാളുകൾ, ഇതല്ലാതെ സ്വഹാബത്തിൻ്റെ കയ്യിൽ വേറൊന്നുമില്ല. സുബ്ഹാനല്ലാഹ്, പടയെടുത്തു വരുന്ന 1000-ഓളം വരുന്ന സർവായുധ വിഭൂഷകരായ സൈന്യത്തെ കണ്ടപ്പോൾ, ഖുറൈശികളെ കണ്ടപ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകനോട് സ്വഹാബത്ത് പറഞ്ഞു, നബിയേ, നമ്മളുടെ കയ്യിൽ ആയുധമില്ല നബിയേ, ആൽബലമില്ല നബിയേ, നമുക്ക് കുതിരയില്ല നബിയേ, നമുക്ക് പടയങ്കിയില്ല നബിയേ, നമുക്ക് പടത്തൊപ്പിയില്ല നബിയേ, നമുക്ക് ഒട്ടകമില്ല നബിയേ, നല്ലൊരു വാള് പോലും നമുക്കില്ല നബിയേ. അങ്ങനെയുള്ള നമ്മൾ ഒട്ടിയ വയറുമായിട്ട് ഈ പൊട്ടിയ വാളുമായിട്ട് ഇവരെ എങ്ങനെയാണ് നേരിടുക നബിയേ, എങ്ങനെയാണ് നേരിടുക നബിയേ? പക്ഷേ അള്ളാഹുവിൻ്റെ ഉത്തരവ് വന്നുപോയി, നബിയെ ഇനി ആയുധമെടുക്കുക, ഇനി ക്ഷമിക്കണ്ട. അള്ളാഹുവിൻ്റെ ഉത്തരവ് അപ്പോഴാണ് വരുന്നത്. പക്ഷേ യുദ്ധത്തിലേക്ക് അവർ നിർബന്ധിതരാകുകയാണ്. ചുരുക്കി അങ്ങ് പറയട്ടെ, നിങ്ങൾ മനസ്സിലാക്കണം, സർവായുധ വിഭൂഷകരായ 1000-ഓളം വരുന്ന മിന്നുന്ന ഖഡ്ഗങ്ങളുള്ള 1000-ഓളം വരുന്ന യുവാക്കൾ, ശത്രുപക്ഷത്തുള്ള യുവാക്കൾ, അതാ യുവാക്കളോട് നോമ്പ് നോറ്റിട്ട് പേക്കോലങ്ങളെപ്പോലെ നിവർന്ന് നിൽക്കാൻ പോലും വയ്യാത്ത സ്വഹാബത്ത്. നിങ്ങൾ ചിന്തിക്കണം, അബൂജഹലിൻ്റെ മുന്നിൽ ഖുറൈശികളുടെ ചെറുപ്പക്കാർ വന്നിട്ട് കളിയാക്കി, ഈ പേക്കോലങ്ങളോടാണ് യുദ്ധം ചെയ്യാൻ ഞങ്ങളെ വിളിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ അബൂജഹൽ പറഞ്ഞൊരു വാക്ക് ഇന്നും ചരിത്രത്തിൽ തങ്കലിപികളെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എന്തേ പറഞ്ഞത്? സാരമില്ല, നിമിഷം കൊണ്ട് എല്ലാത്തിൻ്റെയും കഥ കഴിച്ച് നമുക്ക് തിരിച്ചു പോകാം എന്ന് പറഞ്ഞിട്ട് അബൂജഹൽ അനുയായികളെ സമാധാനിപ്പിക്കുകയാണ്. ചുരുക്കി പറയട്ടെ, ഏതാനും മണിക്കൂറുകൾ ധർമ്മവും അധർമ്മവും, സത്യവും അസത്യവും, നീതിയും അനീതിയും, അതേപോലെ പ്രകാശവും ഇരുട്ടും തമ്മിലൊന്ന് പോരടിച്ചപ്പോൾ ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ, നിഅമൽ മൗലാ വ നിഅമൻ നസീർ എന്ന മഹത്തായ തസ്ബീഹിൻ്റെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്. ബദറിൽ ഇതിൽ നിന്ന് നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. മുസ്ലിം സമുദായത്തിന് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്, ഇത് വലിയ ആശ്വാസം നൽകുന്ന ദിക്റാണ് എന്ന് ശ്രോതാക്കളെ നിങ്ങൾ മനസ്സിലാക്കുക. എന്തു വിഷമമുണ്ടെങ്കിലും ഇത് ചൊല്ലിയാൽ നമുക്കതിൽ നിന്ന് പരിഹാരമുണ്ടാക്കും. അങ്ങനെ ഇത് ചൊല്ലിക്കൊണ്ട് മഹാന്മാരായ സ്വഹാബത്ത് ഏതാനും മിനിറ്റുകൾ ബദറിലൊന്ന് പോരടിച്ചപ്പോൾ ഉത്ബത്ത് മറിഞ്ഞു വീണു, ഷൈബത്ത് മറിഞ്ഞു വീണു, അബൂജഹൽ ഈ ലോകത്തോട് വിട പറഞ്ഞു. ബാക്കിയുള്ളവർ അങ്ങനെ 70-ഓളം വരുന്ന ശത്രുക്കൾ കൊല്ലപ്പെട്ടു. 14 സ്വഹാബത്ത് ഷഹീദായി. ബാക്കിയുള്ള ശത്രുക്കളൊക്കെ കുറേ പേർ ഓടി രക്ഷപ്പെട്ടു. അവിടെ വമ്പിച്ച വിജയമാണ്. ബദറിൻ്റെ പോർക്കളത്തിൽ പരിശുദ്ധ ഇസ്ലാമിൻ്റെ വെന്നിക്കൊടി പാറിപ്പറക്കുകയാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ഈ സമുദായത്തിൽ എന്നെന്നും ആദരിക്കേണ്ടവരാണ് മഹാരഥന്മാരായ ബദരീങ്ങൾ. അവരുടെ മദ്ഹ് പാടണം, അവരെ പുകഴ്ത്തി പാടണം. അതൊക്കെ പടച്ച റബ്ബിന് വലിയ ഇഷ്ടമാണ്, വലിയ സന്തോഷമാണ്. അവരെ കുറ്റം പറഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു മുസ്ലിമിനും രക്ഷപ്പെടാൻ പറ്റുകയില്ല. പ്ലാസ്റ്റിക് ഇസ്ലാമിൻ്റെ ആളുകൾക്ക് മാത്രമേ ബദരീങ്ങളെ കുറ്റം പറയാൻ സാധിക്കുകയുള്ളൂ എന്നും ബദരീങ്ങളെക്കുറിച്ച് കൂടുതൽ പഠിക്കണമെന്നും അതിനുവേണ്ടി നമ്മൾ വിലയേറിയ നമ്മുടെ സമയങ്ങൾ ബദരീങ്ങളെക്കുറിച്ച് പഠിച്ചു മനസ്സിലാക്കി ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് അവരുടെ മഹിത മാതൃകകൾ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ഈ സമുദായം മുന്നോട്ട് പോയാൽ ഈ സമുദായത്തെ ഒരിക്കലും മലർത്തിയടിക്കാൻ ലോകത്താർക്കും സാധ്യമല്ല, ഒരു വൻശക്തിക്കും സാധ്യമല്ല എന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ ബദറിൻ്റെ സന്ദേശമായിട്ട് നിങ്ങളുടെ മുന്നിൽ എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് ഉണർത്തിക്കൊണ്ട് അള്ളാഹു ആ ബദരീങ്ങളുടെ ബറക്കത്ത് കൊണ്ട് നമ്മളെയൊക്കെ രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സമുദായത്തിന് അള്ളാഹു ഇസ്സത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വിരമിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.